എനിക്ക് മനസ്സിലായിട്ടുള്ള ന്യൂജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എടുക്കുന്ന, അതായത് ഇപ്പം കൂടുതലും യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡയലോഗ് ഡെലിവറീസ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ടാവുക അവരുടെ ആക്ഷൻസ് ഒക്കെ പൂർണ്ണമായിട്ടും സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടാണ് ഓഡിയൻസിനെ മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ ഇപ്പോൾ അതല്ലാതെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു പ്രോപ്പർട്ടീനെ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സജഷൻ ഷോട്ടിലോ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക്. സോ അത്തരം കാര്യങ്ങൾ ട്രെൻഡി ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടൊക്കെ ആവാം ന്യൂജൻ പടങ്ങൾ അല്ലെങ്കിൽ ന്യൂജൻ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആളെ അസിസ്റ്റ് ചെയ്യാത്ത പോലും പെട്ടെന്ന് DOPs ആവുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡയറക്ടർ ഫീൽഡിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് മേഖലയിലേക്കും വരികയാണ്. അപ്പോൾ അവരുടെ അത്രത്തോളം ഫ്രഷ് മൈൻഡും ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസും ഒക്കെയാണ്. സോ അത്രയും കാര്യങ്ങളിൽ ഉൾപ്പെടുമ്പോൾ ആ പടം മൊത്തത്തിൽ ഒരു ന്യൂ ജനറേഷൻ പടമാവുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാണ്ടാത്തതൊക്കെ എന്താ പറയുക, ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലെ ആൾക്കാർ തന്നെയാണ്. കാരണം അവരുടെ ഫ്രഷ്നെസ് ആയിട്ടുള്ള ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് കുറച്ച് ചിലപ്പോൾ മുമ്പുണ്ടായിരുന്ന നിലവിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. സോ അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെയല്ലേ. തമിഴിൽ നിന്ന് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പാരലായിട്ട് ഞാനൊരു തമിഴ് പടം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ തമിഴിൽ നിന്ന് വന്നാലും അക്സെപ്റ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ അടുത്ത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കുത്തിക്കുറിച്ചുണ്ടാക്കിയപ്പോൾ അനീഷ് എന്നെ ഇങ്ങനെ കണ്ണം തെളിച്ച് നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് എഴുതാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ജസ്റ്റ് കുറച്ച് നേരം ടൈം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ബിഹൈൻഡ് ദ എന്താ പറയുക, ഇത് എന്തെങ്കിലുമൊക്കെ ടെക്നീഷ്യൻസ് ലെവലിലൊക്കെ ആവണം എന്നൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതിന് എനിക്ക് കഴിവുണ്ടോ എന്ന് പോലും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അറിയില്ല, പിന്നെ അതൊക്കെ ഫ്യൂച്ചറിൽ, കാരണം ഫിലിമിൽ വരില്ല എന്ന് വിചാരിച്ചിരുന്ന പെൺകുട്ടിയാണ് ഞാൻ. പക്ഷെ ഇത്രയൊക്കെ എത്തിപ്പെട്ടു, ഇങ്ങനൊരു സാഹചര്യത്തിൽ വരെ എത്തി. അതുകൊണ്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പം വരുന്ന പോലെ അങ്ങ് ലൈഫ് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ ഒരു പടത്തിന് വിജയം ഉണ്ടാകുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാളിച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർത്തും അത് തുറന്നു പറയാൻ ഓഡിയൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതെല്ലാം കൊള്ളായിരുന്നു, പക്ഷെ ഇന്നത് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇപ്പം അവർക്ക് അവരുടെ റൈറ്റ്സ് പോലെയാണ് ഇപ്പോൾ കാണുന്നത്. പണ്ടുള്ളവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ ജനറേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അവർ തീർത്തും അവർക്ക് തോന്നിയതെല്ലാം, അത് ആർട്ടിസ്റ്റിലാണെങ്കിലും ടെക്നീഷ്യൻസിലാണെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും അവർ ചിന്തിക്കാനും അതിനുള്ള കഴിവ് അവർക്ക് പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഏത് സിനിമ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നിന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്ത് ആ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇപ്പം എല്ലാ പടത്തിൻ്റെയും കൂടുതലും വിജയം ഇപ്പോൾ ഉണ്ടാവുന്ന ചിത്രങ്ങൾക്ക്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൻ്റെ പേരിലല്ല, പക്ഷെ ബെന്നിൽ ആശയും വൈറ്റ് ബോയ്സിലെ ഗീതയും, ഇത് രണ്ടും എനിക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം പടത്തിൻ്റെ മൊത്തത്തിൽ 10-25-30 ദിവസം ഒരുമിച്ച് ഉണ്ടായിട്ടുള്ള ചിത്രങ്ങളാണ് ഇത് രണ്ടും. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെയാണ് ഓരോ പടത്തിൻ്റെ ഭാഗമാവുക. പക്ഷെ അതിലും കൗതുകം നിറഞ്ഞ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ 2 ക്യാരക്ടേഴ്സ് ഒരിക്കലും ആ ഷൂട്ടിംഗ് ദിവസങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു റിസ്കോ പ്രഷറോ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ ഗീതയും ആശയം തന്നെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ വലിയ ഹോബീസൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഫാമിലിയും പാരൻസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി. അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കാണുന്നത്. 3 വയസ്സ് മുതൽ പഠിച്ചിരുന്നു, പിന്നീട് സിനിമയോട് അല്ലെങ്കിൽ കല്യാണത്തിനോടനുബന്ധിച്ച് നിർത്തി. അതിനുശേഷം പിന്നെ ഡാൻസേ നോക്കിയിട്ടില്ല. ഡാൻസ് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇടയ്ക്ക് 2 ചുവട് വെച്ചാലായി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഫിലിം കിട്ടണം എന്നില്ല. അതൊക്കെ ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. കുറേ ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോൾ എല്ലാവരും മറന്നുപോയോ, എവിടെ കാണുന്നില്ലല്ലോ, കോൾസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷേ ഇപ്പം അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദിവസവും ഒരു 100ഓളം കലാകാരന്മാർ ഈ ഫീൽഡിലേക്ക് വരികയാണ്. എല്ലാവർക്കും അവരുടെ അവസരം കിട്ടണം. നമ്മളിങ്ങനെ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓരോ ദിവസവും വരുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് നമ്മൾ മാറിക്കൊടുത്തേ പറ്റുള്ളൂ. അപ്പം എല്ലാവരെയും ഫില്ല് ചെയ്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല മറ്റുള്ളവർക്ക്. വരുന്നിടത്ത് വെച്ച് കാണാം. ചിലപ്പോൾ മറക്കാം, ചിലപ്പോൾ മറക്കുന്നതിനേക്കാൾ ഉപരി 100 പേര് അധികം ഓർത്ത് ചിലപ്പോൾ ഒരു 1000 പടങ്ങളുടെ ഭാഗമാവാൻ പറ്റും. അതൊക്കെ ഡിപ്പെൻസ്. പിന്നെ ഇതൊന്നും ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. ഇത്രയും സംസാരിച്ച് തന്നെ എനിക്കുണ്ടായ ഇത്രയും കാലത്ത് ചെറിയ അറിവുകളിലൂടെ ഞാൻ പറയുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താന്നുള്ളത്.